ടിബറ്റൻ ചൈനയിലെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ചൈന നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡാമിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇന്ത്യയുടെ തലയ്ക്ക് മുകളിലുള്ള ഒരു ജലബോംബാണ്, അണുബോംബാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തയെ നമ്മൾ കണ്ടിട്ടുണ്ട്. കോടിക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന ഈ ഡാമിന് പ്രകൃതിയുടെ പുറന്തോടിൽ വലിയ സമ്മർദ്ദം ചെലുത്തുവാൻ സാധിക്കുമെന്നുള്ള വാർത്തയും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ടിബറ്റൻ അതിർത്തിയിലെ ആ ഏറ്റവും വലിയ ഡാം, ചൈനയുടെ നിർമ്മാണത്തിലിരിക്കുന്ന ഏറ്റവും വലിയ ഡാം തകർന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ നിർമ്മാണം കൊണ്ടാണോ ഈ പ്രകൃതിയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത്, ചെറുതും വലുതുമായിട്ടുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. എന്റെ ചിന്തയിൽ ഉണ്ടാകുന്നതാണ്, എന്റെ അഭിപ്രായമാണ്. ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ചൈനയുടെ AI ഫേക്ക് വീഡിയോകൾ ഇവിടെ ഒരുപാട് പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ചൈനയുടെ ഡാർക്ക് സൈഡ്, യഥാർത്ഥ മുഖം ഇവിടെ ആരും കാണുന്നില്ല. അത് രഹസ്യമാക്കി തന്നെയാണ് ചൈന സൂക്ഷിക്കുന്നത്. അവർ തീരുമാനിക്കും എന്ത് പുറത്തു വിടണം, എന്ത് പുറത്തു വിടണ്ട എന്നൊക്കെ. ഇവിടെ ഒരുപാട് ചൈനയെ പ്രണയിക്കുന്ന, ചൈനയെ പ്രേമിക്കുന്ന ഒരുപാട് ചാരന്മാരുണ്ട്. ഇവന്മാരോട് ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പ്രളയമാകാം, അല്ലെങ്കിൽ ഒരു ജലബോംബ്, ഒരു ഡാം പൊട്ടിയതാകാം എന്ന് പറയുമ്പോൾ അവന്മാർക്ക് സോഴ്സ് വേണം, തെളിവ് വേണം. ഇവന്മാരെല്ലാവരും ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്നവരാണ്. ഉണ്ടാക്കുന്നതും ഉണ്ടാക്കാത്തതുമായിട്ടുള്ള എല്ലാ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതും എല്ലാ ഫേക്ക് ആയിട്ടുള്ള വീഡിയോകളും പടച്ചുവിടുന്ന, പ്രചരിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ചൈനയെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളത്. ചൈനയിൽ വികസനമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചൈനയുടെ ഇരുണ്ട മുഖം മറച്ചു വെച്ച് ചൈനയെ പുകഴ്ത്തുന്ന ഒരുപാട് ചൈന പ്രേമികളോടാണ് ഞാനിത് പറയുന്നത്. അവന്മാർക്ക് ഒരു ഇരുണ്ട മുഖമുണ്ട്, ഒരു രഹസ്യ മുഖമുണ്ട്. ചൈന നിർമ്മിക്കുന്ന ഈ ഡാമിനെ കുറിച്ച് വലിയ ആശങ്കകൾ നിലനിന്നിരുന്നു നേപ്പാളിലും ഇന്ത്യയിലുമൊക്കെ. അതായത് സമീപ പ്രദേശങ്ങളിലൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്, എർത്തിക്കൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നൊക്കെ വലിയ പഠനങ്ങളും അല്ലെങ്കിൽ വലിയ വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു വികസനത്തിന്റെയോ ആവശ്യത്തിന്റെയോ പുറത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ഇതൊരു ശവക്കോട്ടയാണ്, ശവമഞ്ചമാണ്, അല്ലെങ്കിൽ ശവക്കുഴിയാണെന്നൊക്കെയുള്ള വാർത്തകൾ നിരന്തരം മാസങ്ങൾക്ക് മുമ്പ്, ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓൺലൈൻ മീഡിയകൾ വഴി പ്രചരിച്ചിരുന്നു. 6 നിലയും 8 നിലയും അടക്കമുള്ള കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ ആ വെള്ളം ഇരച്ചു കയറി വരുന്ന ആ ഭീകര ദൃശ്യം, അത് വെറും ഒരു ഭൂകമ്പമാണ് അല്ലെങ്കിൽ എർത്തിക്കൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി, വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഡാം പൊട്ടിയതാകാം, അല്ലെങ്കിൽ ഇടയ്ക്ക് ഏതൊക്കെയോ ഒരു ഡാം പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും ഭാരം കൂടി ചേർന്നാണ് ആ വെള്ളത്തിന് ഇത്രയും ശക്തി ഉണ്ടായിരിക്കുന്നത് എന്നാണ് എന്റെ ഒരു തോന്നൽ, ഒരു സാധാരണക്കാരനായ എന്റെ ഒരു വിലയിരുത്തൽ. ആ ബോംബ് നിർമ്മാണത്തിലിരിക്കെ പൊട്ടി, അല്ലെങ്കിൽ ആ ബോംബിന്റെ നിർമ്മാണം കൊണ്ട്, അതിന്റെ പ്രത്യാഘാതം കൊണ്ടാണ് ഈ ഒരു മണ്ണിടിച്ചിൽ, ഈ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ, ഒരുപാട് മനുഷ്യരുടെ, സഹജീവികളെ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഈ അതീവ ബുദ്ധിജീവികളായിട്ടുള്ള, ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരുപാട് ഫേക്ക്മാരുണ്ട്. അവന്മാർക്ക് സോഴ്സ് വേണം, തെളിവ് വേണം. അല്ല, ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന നീയൊക്കെ ആരാണ്? സ്വന്തമായിട്ടൊരു മുഖമില്ല, ഐഡന്റിറ്റി ഇല്ല. നിന്റെയൊക്കെ തന്ത ഇന്നാരാണെന്ന് പറഞ്ഞ അറിവല്ലേ ഉള്ളൂ നിനക്കൊക്കെ. ഞാൻ പറയുന്നത് ആ ഡാം തന്നെ പൊട്ടി എന്നല്ല, ആ ഡാമിന്റെ നിർമ്മാണത്തിൽ എന്തോ പ്രത്യാഘാതം ഉണ്ടായിട്ടുണ്ട്, മറ്റു ഡാമുകൾ ഏതൊക്കെയോ പൊട്ടിയിട്ടുണ്ടെന്നാണ്. ആ ഡാമിന്റെ നിർമ്മാണം കൊണ്ട് മറ്റ് ഡാമിന് എന്തൊക്കെയോ ബലക്ഷയം ഉണ്ടായിട്ടുണ്ട്, പ്രകൃതിക്ക് എന്തൊക്കെയോ ദോഷം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ്, അതിന്റെ അനന്തര ഫലമായിട്ടാണ് ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് സഹജീവികൾക്ക് ജീവൻ നഷ്ടമായത്, പ്രകൃതിയിൽ തന്നെ മാറ്റമുണ്ടായത്, തുടച്ചു നീക്കപ്പെട്ടത്.